നമ്മളാണ് ഹിമയോ? കേറ്റുവില്ലത് നമുക്ക് ചോദിക്കാം. എൽദോയുടെ ഡേറ്റ് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പൊക്കെ ഉണ്ട്. ഇവിടെ 5th April to 1st May ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഹിമ ഭയങ്കര എക്സൈറ്റഡിലാണ് പറക്കാൻ വേണ്ടിയിട്ട്. ഹന്ന ഒന്ന് പോയിട്ടുള്ളതുകൊണ്ട് ഹന്നി പോകണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഓടിക്കയറുക. ഹന്ന പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഹന്ന പോണില്ല. ഹിമയുടെ എക്സൈറ്റ്മെൻറ്റ് ഒരു രക്ഷയില്ല. അവിടെ വേറൊരു ഫാമിലിയും കൂടി ഇരിക്കുന്നുണ്ട്. ഹിമ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് പറക്കണം എന്ന് പറഞ്ഞിട്ട് കറിഞ്ഞതാണ്. അന്ന് ഹിമയ്ക്ക് പ്രായമായില്ലായിരുന്നു. അവിടെ ഗ്രാവിറ്റി ഇൻഡോർ സ്കൈ ഡൈവിംഗ് സ്റ്റേഡിയം. ഒരു ഫ്ലൈറ്റിൻ്റെ ഡമ്മി മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് അല്ല, ഹെലികോപ്റ്റർ ഫ്ലൈറ്റ്. ആക്ച്വലി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്ക് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്കും പോകണമായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ഹന്ന നാട്ടിലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹന്നയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ. ഏതല്ല വിഷമം ഇന്ന് മാറി ഹന്നയുടെ. ഇതൊരു കൊച്ച് പറക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നോലോളിക്കുന്നു. ചേച്ചി മാത്രമേ പറഞ്ഞോളൂ, എനിക്ക് പറക്കാൻ പറ്റിയില്ല. അതാണ് ഹിമയുടെ സങ്കടം. എനിക്ക് ഷൂട്ട് ഹിമ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിമ രസിട്ട് നല്ല രസമുണ്ടല്ലേ. ഹിമ ഇങ്ങനെ ഫസ്റ്റ് ടൈം പറക്കാൻ പോവാണ്. ഹിമയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഹിമ ഡ്രസ് ചേഞ്ചൊക്കെ കഴിഞ്ഞു. പറക്കാനായിട്ട് ഹിമ റെഡിയായി. ഹിമയുടെ ഡ്രസ്സ് നിലനെ ഓക്കെ പറഞ്ഞ ഇനി ഓക്കെ ആയിന്ന് പറ. ഓ അവിടെ ചെല്ല, അവിടെ ചെല്ല. കറക്റ്റാണെന്ന് തല വയ്ക്കും. Okay, come back. Just keep it with you. Later we'll wear temperature. Okay? After the briefing, not now. Okay? You can go with her to the briefing room. Yeah? We'll explain. Yeah. The first door on the right. That comes to you now. റൈറ്റ്. ഹിമ ഇവിടെ. I will release you. You fly alone. Okay? Maybe you go to the glass. If you go close to the glass, you just push it slowly and go back to the same position. If you go down, don't grab the net. Always like this position, the one I did for you. Yeah, come inside. Come. Yeah, your hands here. Good. Then your elbows and this. Yeah, make it the same. Good. Excited? And here. Hold it here. Strong here. No, here. Glass here. Yeah. Strong. Yeah, okay. That's it. I think it's paining her. She's paining somewhere. ഹിമ എവിടെ വേദന എടുക്കണേ? എവിടെ വേദന എടുക്കണേ? Maybe I know this because I have to make it tight. Okay, now let's go.
No, no, no problem. I think it's paining her. She's What? paining somewhere. Okay, yeah, let's go. Just have a seat, I will talk. അങ്ങനെ കേട്ടിട്ട് സുഖാണോ ഇവ ചെവിയേക്കില്ല. എവിടെ വരുന്നത്? ചെവിയേക്കില്ല. അതാ പറന്നു കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. പറക്കുമ്പോൾ കാറ്റടിക്കാതിരിക്കാൻ അത് വെച്ചേക്കണേ. ഓക്കെ, അത് ഈ കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ കണ്ണിലേക്ക് കാറ്റടിച്ച് കയറും. അത് അടിക്കാതിരിക്കാൻ അത് വെച്ചേക്കണേ. അയാൾ പറഞ്ഞോളാം. അത് സാറില്ല. എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞ അവരെങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞ ഊരിലതൊന്നും എങ്ങനെ അങ്ങനെ അങ്ങനെ നിൽക്കാൻ ഇവ ഇങ്ങനെ കാണിച്ചാലോ? ഇങ്ങനെ കാണിച്ചാലോ? ഇങ്ങനെ കാല്. ആ യെസ് യെസ്. ആ യെസ് ഇങ്ങനെ. റിലാക്സ് റിലാക്സ്. കേട്ടില്ല. രണ്ട് കൊമ്പ് ശ്വാസം ఉంటుంది ശ്വാസം വെച്ചില്ല. ഈ എവിടെ പോവാ? പേരന പേരന എവിടെ? വീട് എവിടെയാ? കാണാൻ പറ്റുന്നില്ല. ഏത് ക്ലാസ്സിലാണ് പറ്റുന്നത് പഠിക്കുന്നത്? ഓടിയുണ്ട്. ഹിമ ഹിമ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതിൻ്റെ അകത്തുനിന്ന് UKG സ്കൂള് സ്കൂള്. ഇന്ത്യൻ ഭാഷ നമ്മൾ എവിടെയാ ഇപ്പം? സൗദിയിലാണോ ഇപ്പം? കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എവിടെ? സൗദിയിലാ? നമ്മളിപ്പോൾ എവിടെയാ? ചെവിയൊക്കെ നമ്മളിപ്പോൾ എവിടെയാ? ഫ്ലൈ ചെയ്യുന്നത് അല്ല, നമ്മളിപ്പോൾ ഏത് രാജ്യത്താ? പറിച്ചല്ലേ? നമ്മളിപ്പോൾ ഏത് രാജ്യത്താ? ഫ്ലൈ ചെയ്യുന്നത് രാജ്യം രാജ്യം സൗദി. സൗദിയിലത്തെ ഹിമയ്ക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഹിമ ഓണാണ്ടോ. കേൾക്കാൻ പറ്റില്ല. ചെവി കേട്ടു. എവിടെ വേദന എടുക്കണേ? വേദന എടുക്കണേ എവിടെയാ? അതാ പറന്നു കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. പറക്കുമ്പോഴേ കാറ്റടിക്കാതിരിക്കാൻ അത് വെച്ചേക്കണേ. ഓക്കെ, അത് ഈ കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ കണ്ണിലേക്ക് കാറ്റടിച്ച് കയറും. അത് അടിക്കാതിരിക്കാൻ അത് വെച്ചേക്കണേ. അയാൾ പറഞ്ഞ പോലെ തന്നെ. അത് സാറില്ല. എങ്ങനെയാ പറഞ്ഞേ? എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞ അവരെങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞേ? ഊരല്ലതൊന്നും എങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞേ? എങ്ങനെയാ നിൽക്കണം എന്ന് പറഞ്ഞേ? അവിടെ കയറാൻ നേരത്തെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ നിൽക്കാൻ പറഞ്ഞില്ലേ? അങ്ങനെ നിൽക്കണം. ഇങ്ങനെ പിടിക്കണം. അങ്ങനെ വേണ്ട. ഹാപ്പിയാണോ? ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചാലോ? കാല് നീട്ടി. വേണ്ട, കാലിപ്പോൾ നീട്ടും വേണ്ട. ഓക്കെ ഡാൻ. സൂപ്പർ. ഇങ്ങനെ കാണിച്ചാൽ പുറത്തിറക്കൂടൂ കേട്ടോ. എന്തോ പൊക്കല്ലേ അവിടെ ഇരുന്നോട്ടെ. ശ്വാസം മുട്ട മുക്കിനകത്തൊന്നും വെച്ചില്ല. അവിടെ വെക്കാത്ത. ഹാപ്പിയാണോ? ശ്വാസം ഒന്നും മുട്ടതല്ല. എപ്പോൾ വരും അവരെ? എനിക്കെന്താ സെയിം ഡ്രസ്സാണ്. അങ്ങനെ അത് എനിക്കും അതായിരുന്നു. ഹിമയും വേറൊരു കൊച്ചുണ്ട്. അവർ പറക്കാൻ പോവാണ്. അവർ രണ്ടുപേരേ ഉള്ളൂ. എന്താ ഹിമയ്ക്കൊന്നും കേൾക്കാൻ മല പിടിച്ചുകൊണ്ട് പോകണം. ഫസ്റ്റ് ഹിമയാണ്. അല്ല, ഹിമേനെ അവിടെ കൊണ്ടിരുത്തത്. ഞാൻ എടുത്തിട്ടാണ് കഴിഞ്ഞ ഷിഫ്റ്റ് അപ്പോൾ ഹിമ നോക്കി
ചോദിക്കുക. വായു പൊളിച്ചിരിക്കുകയാണ്. ഹിമ നോക്കി പഠിക്കുക. വേറൊരു കൊച്ചു ആദ്യം ചെയ്യണേ, അത് ഹിമ എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക. എന്താവും അവസ്ഥ എന്ന് അറിയത്തില്ല. പൊങ്ങിപ്പോയതൊക്കെ നോക്കിയിരിക്കുക ഹിമ. അടുത്ത ഹിമയാണ്. ഹിമ പോവാണ്. ഹിമ ഭയങ്കര എക്സൈറ്റഡിലാണ്. ഞങ്ങളും അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യമായിട്ടാണ് ഹിമ. പക്ഷെ ഹിമയ്ക്ക് ഭയങ്കര കാലൊക്കെ ഇട്ട് അടിക്കും. കാല് നേരെ വെച്ചിട്ടില്ല. ഹിമയുടെ ഹെൽമെറ്റും മുഖം ഒക്കെ പൊങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിറ്റ് കുറവായതുകൊണ്ട് ഹിമയുടെ ഫേസൊക്കെ വല്ലാണ്ടാണ് ഇരിക്കുന്നത്. എനിക്കൊട്ടും വെയിറ്റും ഇല്ല, അത് കൺട്രോൾ ചെയ്യാൻ മാത്രം. വാ അടയ്ക്കാൻ പറ്റുള്ള ഹിമയ്ക്ക് വേറെ വെച്ചിട്ടില്ല ഹിമ. എടുത്ത് പുറത്തോട്ടിട്ടു. വായടച്ചു പിടിച്ചോണ്ട് ഓക്കെ ആയിട്ട് കുറച്ചുകൂടെ അതിൻ്റെ മുടി പറന്നുകൊണ്ടിരിക്കുക. അത് ചടന്ന് കൊടുത്തെങ്കിൽ പറഞ്ഞ പാട് തരുന്നവരാണ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ പറക്കം കയറിയപ്പോൾ തുറന്നു
പിടിച്ച് കിടന്നു സൂപ്പർ. മുടി പൊടി. ഹലോ, അങ്ങനെ നമ്മൾ പറക്കലൊക്കെ കഴിഞ്ഞു. എനിക്ക് കിട്ടിയ സ്റ്റിക്കർ ഒന്നും ചെയ്യാത്ത ഹന്നയ്ക്ക് സ്റ്റിക്കർ കൊടുത്തു അവര്. ഹിമ അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഭയങ്കര ജാട. അവര് പറഞ്ഞു ഹിമയുടെ പ്രായത്തിലുള്ള പിള്ളേർ ആരും ഇത്രയും ബ്രേവായിട്ട് ചെയ്തിട്ടില്ല, ഹിമയുടെ പ്രായത്തിലുള്ള വലിയ ആൾക്കാർ വരെ പേടിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ച ഒരാളാണ് ഇരിക്കുന്നത്. ഈ പണ്ടത്തെ വീഡിയോയിൽ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഡോർ സ്കൈ നിന്ന് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി, 3:07. നമ്മൾ 1:45. നമ്മൾ ആദ്യം രാവിലെ വന്നായിരുന്നു, അന്നേരം ഇവിടെ തുറന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് 2 മണിക്കെന്ന് പറഞ്ഞു. 1:45 അവർ ഓപ്പൺ ചെയ്ത് നമ്മളെ കയറ്റി. 3 മണി, 1 മണിക്കൂറോളം നമ്മൾ ഹിമയുടെ ഇതിന് വേണ്ടിയിട്ട് പ്രോസസ്സിനൊക്കെ ആയിട്ട് നടന്നു. അപ്പം തീർന്നു. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഹിമ ബൈ. മൊബൈലല്ലേ ബൈ പറ. അങ്ങ് അഹങ്കാരായി കൊച്ചിന്. ഒന്നൂടെ വന്നെന്ന് പറയാൻ